നമസ്കാരം. നോമ്പിൻ്റെ പ്രയാണം കുരിശിനോടടുക്കുകയാണ്. കാൽവറിയിലെ ക്രിസ്തുവിൻ്റെ കുരിശുമരത്തിൻ്റെ തൊട്ടരികിൽ നിന്നൊരു പ്രാർത്ഥനയുടെ മന്ദസ്വരം ഉയർന്നത് എത്രയോ കാലത്തിനപ്പുറത്തും ഇന്നും നമ്മുടെ കാതുകളിൽ ധ്വനിക്കുന്നുണ്ട്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് കുരിശ് കയറിയ കള്ളൻ്റെ പ്രാർത്ഥന. ശ്രദ്ധാപൂർവം ധ്യാനിച്ചാൽ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വരിയാണ് ഇത്. റിമെമ്പർ മീ, ഓ ലോർഡ് എന്നാണ് അവൻ പറയുന്നത്. സത്യമായും നാം ചൊല്ലാൻ ശ്രമിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായൊരു ധീരത ഇതിലുള്ളതുപോലെ തോന്നുന്നു. എന്താണോ? സാധാരണ എൻ്റെ ഭൂതകാലവും അവയിലെ തെറ്റുകളും ഓർക്കരുത് എന്നാണ് നാം നിരന്തരമായി അപേക്ഷിക്കുന്നത്. എന്നാൽ ദാ ഇവിടെ ഒരു കള്ളൻ തുറന്നങ്ങ് പറയുകയാണ്, നീ എന്നെ ഓർക്കണമേ. ശരിക്കും മാന്യതയുടെ മുഖംമൂടിയിട്ട് മൂടുന്ന നമ്മുടെ കള്ളത്തരങ്ങൾ ഓർക്കരുത് എന്ന ഭയം കുത്തി നിറച്ച പ്രാർത്ഥനകളെ ഈ കള്ളൻ പരിഹസിക്കുന്നത് പോലെ ഒരു തോന്നൽ. സത്യമായും ദൈവം നമ്മെ ഒന്ന് ഓർത്തെടുത്താൽ എന്താവും കഥ? ഇനി അവൻ ഓർക്കാതിരുന്നാലും എന്താവും, അല്ലേ? അവൻ ഓർക്കാൻ കൊള്ളാവുന്നതൊക്കെ ചെയ്തു പഠിക്കാൻ പറ്റിയ കാലമാണ് പ്രിയരെ നോമ്പിൻ്റേത്. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കുത്തുവാക്കുകൾ പറയാതിരിക്കാനും സങ്കടത്താലും നിർബന്ധത്താലുമല്ല സന്തോഷത്തോടെ നൽകാനുമൊക്കെയുള്ള കാലമാണിത്. സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായും സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും നിറയ്ക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നല്ലേ തിരുവചനം. മറച്ചു വച്ചിരിക്കുന്നതെന്നും ഏറ്റുപറയാനുള്ള നേരമാണിത് പ്രിയരെ. ക്ഷോഭത്തിൻ്റെയും മോഹത്തിൻ്റെയും നിഗളത്തിൻ്റെയും അലസതയുടെയും ഒക്കെ എത്രയോ നിമിഷങ്ങളാണ് ദൈവമേ ഞാൻ ഇനിയും ആരും അറിയാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. സത്യമായി എൻ്റെ എല്ലാ ഭോഷത്വങ്ങളെയും ചേർത്ത് വെച്ച് തന്നെ എൻ്റെ ദൈവമേ എന്നെയും നീ ഓർത്തുകൊള്ളണമെന്ന് ആ കള്ളനെ പോലെ നമുക്കും ചൊല്ലാം. സത്യമായും നമ്മളെ നമ്മളായി തന്നെ ചേർത്ത് പിടിക്കുന്ന ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ ഇനി എന്തിനാണ് പ്രിയരെ ഭയവും അഭിനയവും ഒക്കെ കാട്ടാൻ ഇനിയും നാം തുനിയുന്നത്? നമസ്കാരം.